Hello everyone. I want to share here how to present a topic in English. As you can see on the screen, there are some steps that will be easy to remember for the presentation. This is Hajrabi. Let's get started. നമുക്ക് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ GTOQ from there is a dash and we will get with there is a dash again we can make in my opinion many types of it has some A or D which is advantages and disadvantages. So friends, I humbly request you to ICW, which is I conclude my words. T for thank you. Have a nice day. So just focus on these shortcuts, then we can make our presentation better. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ good morning, good afternoon and good evening. So you can use whatever to everyone. And T for thank you for giving me this opportunity to present a topic in front of yours. My name is, you can mention your name there. And then the third one, O, letter O, we can use the sentence on this occasion I would like to talk about. I just select here papaya fruit, so I am talking about a papaya fruit. The next one, Q means a question, so you can ask the question you want. For example, do you know papaya? So the way you are presenting the question should be concentrate on the question, like do you know papaya, do you eat papaya? Okay, so the way you speak, there you concentrate. Okay, next one, you can ask or you can tell something about a papaya. For example, here as you can see on the screen, I hope all you know about papaya. It is a fruit. It is yellow, orange and green in color. It is sweet in taste. It is very juicy. It is nutritious, delicious and refreshing fruit. It comes in summer season. It is long and oval in shape. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു ടോപ്പിക് പറയേണ്ടത്. അതായത് GTOQ അല്ലെ, നമ്മൾ ഓരോന്നാണെന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ GTOQ. ക്യൂവിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നമ്മൾ പപ്പായനെ കുറിച്ചാണല്ലോ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടോപ്പിക്ക് പപ്പായനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് അതിനെ കൂട്ടത്തിൽ പറയാം. എന്താണ് ഇവിടെ പറയുന്ന പോലെ തന്നെ ഇത് ഒരു ഫ്രൂട്ടാണ്, ഇതിൻ്റെ കളർ ഇതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്, ജ്യൂസിയാണ്, ന്യൂട്രീഷ്യസ് ആണ്, ഡെലീഷ്യസ് ആണ്, ഇത് സമ്മർ സീസണിലാണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്സിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഡിപ്പെൻസ്, ലൈക്ക് നമുക്ക് പല ഫ്രൂട്ട്സിനും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫ്രം ദ പപ്പായ, അതായത് പപ്പായയിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഫ്രം പപ്പായ വി വിൽ ഗെറ്റ് വൈറ്റമിൻസ് A, B and C. ഇറ്റ് കണ്ടെയ്ൻസ് iron and calcium also. Many black color seeds are found in papaya. നെക്സ്റ്റ് വിത്ത് പപ്പായ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെക്കുറിച്ചാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എങ്ങനെ പറയും? വിത്ത് പപ്പായ വി ക്യാൻ മേക്ക് ജ്യൂസസ്, ഷേക്സ്, ജെല്ലീസ്, ജാംസ്, ഐസ്ക്രീംസ്, കേക്ക്സ് ആൻഡ് മെനി മോർ അതർ ഐറ്റംസ്. അടുത്തത് നമുക്ക് ഇൻ മൈ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം പറയുന്ന സെക്ഷനാണ് അടുത്തത്. എങ്ങനെയാണ് നമ്മൾ പറയുക? ഇൻ മൈ ഒപ്പീനിയൻ, ripe papaya is considered safe. Unripe papaya contains a chemical called papain. Papain breaks down proteins, carbohydrates and fats. നമ്മുടെ അഭിപ്രായം പറയുകയാണത്. നെക്സ്റ്റ് ഈ സെഷൻ എങ്ങനെയാണ്? ഇൻ മൈ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായത്തിൽ എന്താണ്? റൈപ്പ് പപ്പായ, അതായത് പഴുത്ത പപ്പായ എങ്ങനെയാണ്? സേഫാണ്, കഴിക്കാൻ സേഫാണ്. പക്ഷേ അൺറൈപ്പ് പപ്പായ എങ്ങനെയാണ്? അതിൽ ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. നമുക്ക് എന്താണ് നമ്മൾ പറയുകയാണ്, ഇതിലൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ആ കെമിക്കലിൻ്റെ പേരാണ് പെപ്പൈൻ. ആ പെപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ കൊണ്ട് നമുക്ക് ദോഷം ചെയ്യും.
എങ്ങനെയൊക്കെയാണ് ദോഷം ചെയ്യുന്നത്? പെപ്പൈൻ ബ്രേക്സ് ഡൗൺ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. നമ്മുടെ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സൊക്കെ ഇല്ലാതാക്കുന്നു. എങ്ങനെ? അൺറൈപ്പ് പപ്പായ കഴിക്കുന്നത് മൂലം. അപ്പം അത് നമ്മുടെ അഭിപ്രായമാണ്. നമ്മുടെ അഭിപ്രായത്തിൽ നമുക്ക് 2 വരി ഇങ്ങനെ പറയാം. നെക്സ്റ്റ് നമുക്ക് വാട്ട് ആർ ദ ടൈപ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതായത് ഇപ്പം നമ്മൾ പറയുന്ന ഫ്രൂട്ട്സ് പലതരത്തിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മെനി ടൈപ്സ് ഓഫ് പപ്പായാസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പപ്പായാസ് അവൈലബിൾ ആണ്. ഐ ലൈക്ക് ടു ഈറ്റ് ദോസ് പപ്പായാസ് വിച്ച് ആർ റെഡ് ഇൻ സൈഡ്. നമുക്ക് ഇഷ്ടപ്പെടുന്നതും കൂടെ പറയാം. പക്ഷേ ഒരുപാട് ടൈപ്സ് ഓഫ് പപ്പായ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഇവിടെ ഞാൻ പറയുന്നത് റെഡ് കളർ, ഇൻസൈഡ് റെഡ് കളറുള്ള പപ്പായ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എത്ര ടൈപ്സ് അവൈലബിൾ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഔട്ട് ഓഫ് ദോസ് പപ്പായാസ് ഐ ലൈക്ക് ടു ഈറ്റ് ദിസ് ടൈപ്സ് ഓഫ് പപ്പായ മോസ്റ്റ്, അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഐ ലൈക്ക് ടു ഈറ്റ് മോസ്റ്റ്. നമുക്കങ്ങനെ മെൻഷൻ ചെയ്തിട്ടും കൂടെ നമുക്കിവിടെ പറയാൻ പറ്റും. ഏതൊരു ടോപ്പിക്കിനും നമുക്ക് അതിൻ്റെ നല്ല വശങ്ങളും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചീത്ത വശങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പോകുന്നത്, നമ്മൾ പറയുന്ന ടോപ്പിക് എന്താണ്? ഒരു ഫ്രൂട്ടാണ്, പപ്പായ ഫ്രൂട്ടാണ്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇറ്റ് ഹാസ് സം എ ഓർ ഡി. എ ഓർ ഡി മീൻസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇതിനെ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് എന്നും നമുക്ക് പറയാം. നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അല്ലെങ്കിൽ പോരായ്മകളും. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? പപ്പായ ഹാസ് മെനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. പപ്പായക്ക് എന്താണ്? ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് പറയാം. സോ അഡ്വാൻറ്റേജസ് ആർ മെനി ഡിസീസസ് ക്യാൻ ബി അവോയ്ഡ്. ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും. യൂസ്ഡ് ഇൻ ബ്യൂട്ടി പ്രൊഡക്ട്സ്. ബ്യൂട്ടി പ്രൊഡക്ട്സിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ വെയ്റ്റ് ലോസ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെനിഫിഷ്യൽ ഫോർ പൈൽസ് ആൻഡ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്. ഇത് എന്തിനാണ് ബെനിഫിഷ്യലാണ്? പൈൽസിനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനും ഇത് ഒരുപാട് ബെനിഫിഷ്യലാണ്. സോ നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട്, നമുക്ക് പറയാം ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഡിസഡ്വാൻറ്റേജസ്. ഇറ്റ് ഹാസ് സം ഡിസഡ്വാൻറ്റേജസ് ഓൾസോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം എന്താണ്? ദിസ് ഈസ് നോട്ട് സേഫ് ഫോർ പ്രഗ്നൻറ്റ് വുമൺ. ഇറ്റ് മേ കോസ് മിസ്കാരേജ്. ഇതെന്താണ്? പ്രഗ്നൻറ്റ് വുമണിന് ഇത് നല്ലതല്ല, കാരണം ഇത് മിസ്കാരേജിന് ചാൻസസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഏതൊരു ഫ്രൂട്ട്സ് പറയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. പറയുന്നതിനേക്കാളും മുന്നേ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. നമുക്ക് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കതിന് ഒന്നും കൂടെ ക്ലാരിറ്റി കൂടും. മനസ്സിലായി? നമുക്ക് കിട്ടുന്ന പോയിൻ്റ് മാത്രം മതി, ഈസി ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പപ്പായ ഹാസ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, as you can see on the screen, we can say, so friends, I humbly request you to have papayas in your diet. So friends, നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പപ്പായ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് എന്തായിരുന്നു? ICW. അതെങ്ങനെയാണ് പറയുന്നത്? I conclude my words. Thank you. Have a nice day. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഷോർട്ട് ഫോമിലൂടെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? GTO, from, with, in my opinion, many types of, it has some A or D. So friends, ICW, T for thank you. Have a nice day. So my dear friends, I hope all you understood my video. See you then. Bye bye.